അങ്ങനെ വയനാട്ടിലെ ബേലൂർ മഖ്ന ആളെക്കൊല്ലി മോഴയാന അതിനെ മയക്കുവഴി വെക്കാനുള്ള ശ്രമമൊക്കെ ഇന്നും ഇനി തുടരും. ഇന്നലെ രാത്രി 9:30 ആന കാട്ടിക്കുളം തോൽപ്പെട്ടി റോഡ് മുറിച്ചു കടന്ന് കാളിക്കൊല്ലി വനമേഖലയിലേക്ക് നീങ്ങി. ഇതിനെ തുടർന്ന് ഇതിനടുത്തുള്ള ജനവാസ മേഖലകളിൽ രാത്രി തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു അധികൃതർ. ഇന്നലെ പകല് മുഴുവൻ ബേലൂർ മഖ്ന കർണാടക അതിർത്തിയോടുള്ള വനമേഖല ചേർന്നാണ് അതിന്റെ സഞ്ചാരമൊക്കെ ഉണ്ടായിരുന്നത്. 2 തവണ ദൗത്യസംഘം ആനയെ നേരിട്ട് കണ്ടെങ്കിലും ഈ മയക്കുവെടി വെക്കാനുള്ള ദൗത്യം അത് നടത്താനായി കഴിഞ്ഞില്ല. ഒരു തവണ ഒപ്പമുള്ള മോഴയാന ദൗത്യസംഘത്തിനു നേരെ പാഞ്ഞടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദമായ വിവരങ്ങളുമായിട്ട് അരുൺ അമർനാഥ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ദൗത്യം അരുൺ എനിക്ക് തോന്നുന്നു 100-120 മണിക്കൂറായിട്ട് ഒരു നാട് മുഴുവൻ ഒരു മോഴയാനയെ തിരഞ്ഞിങ്ങനെ നടക്കുകയാണ്. ഈ മോഴയാനയാണെങ്കിൽ എല്ലാവരെയും പറ്റിച്ച് അത് വേറെ സഞ്ചാരപാത വഴി പോവുകയും ചെയ്യുന്നു. ഇന്നിപ്പോൾ ഈ ദൗത്യമൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ വനപാലകരും ട്രാക്കിംഗ് ടീമും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് സേതു. ഈ ബേലൂർ മഖ്ന ഒരു ജീവൻ എടുത്തിട്ട് 6 ദിവസവും ഈ മയക്കുവെടി വെക്കാനുള്ള ഓപ്പറേഷൻ തുടങ്ങിയിട്ട് 5 ദിവസവും പിന്നിടുകയാണ്. അങ്ങനെ നമുക്ക് ആനയുടെ ഏറ്റവും തുടക്കം മുതൽ ഉണ്ടായിരുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു സ്ഥാനചലനം ഉണ്ടാകുന്നു. ആനയ്ക്ക് സഞ്ചാരപാതയിലെ മാറ്റം ഉണ്ടാകുന്നു. അത്തരത്തിൽ വീണ്ടും അത് ആവർത്തിക്കുന്ന ഒരു സ്ഥിതിഗതിയാണ് ഇപ്പോഴും ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കാട്ടിക്കുളം തോൽപ്പെട്ടി റോഡാണ്. ഈ റോഡ് മുറിച്ച് കടന്നത് ആ കാണുന്ന ആ ഒരു പ്രദേശത്തെ വനമേഖലയിലേക്ക് ആന പോയിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ വിവരം. അങ്ങനെയാണെങ്കിൽ ബാവലി വനമേഖല പൂർണ്ണമായും ആന വിട്ടിരിക്കുന്നു. കർണാടകയോട് ചേർന്നുള്ള ഒരു വനമേഖല പൂർണ്ണമായും ആന വിട്ടിരിക്കുന്നു. ഇത് ഇത്രയും ദിവസമായിട്ട് ആദ്യമായാണ് ആന ഈ ഒരു പ്രദേശത്തേക്ക് എത്തുന്നത് എന്നുള്ളത് കൂടിയുണ്ട്. ഇന്നലെയൊക്കെ വനംവകുപ്പിന് ഉണ്ടായിരുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ആന കർണാടക നാഗർഹോള മേഖലയിലേക്ക് എത്തിയാൽ അവിടെ മയക്കുവെടിക്കുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ ആ ഭാഗത്ത് തുടരുന്നത് വനംവകുപ്പിന് വെല്ലുവിളിയായിരുന്നു. അങ്ങനെയാണ് രാത്രിയോടുകൂടി അവസാനം സിഗ്നൽ കിട്ടുമ്പോൾ ആന ഈ ഒരു ഭാഗത്തേക്കാണ് നീങ്ങിയത്. ട്രാക്കിംഗ് സംഘം ഉൾവനത്തിലേക്ക് പോയിട്ടുണ്ട്. ഒപ്പം തന്നെ RRT സംഘവും DFO ഉൾപ്പെടെയുള്ള സംഘം ഈ ഒരു പ്രദേശത്തായി തുടരുന്നുണ്ട്. വാഹനങ്ങൾ തുടരെ ഈ ഒരു വഴിയിൽ പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തായി ആനയുണ്ടെന്നാണ്. ഇനി ഏറ്റവും പുതിയ ട്രാക്കിംഗ് സിഗ്നൽ കൂടി വനംവകുപ്പിന്റെ അല്പസമയങ്ങൾക്ക് അകം നമുക്ക് എന്തായാലും ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയുണ്ട്. വനംവകുപ്പിനെ സംബന്ധിച്ച് ഒരു ശുഭാപ്തി വിശ്വാസമുള്ളത് ആശ്വാസകരമായ ഒരു കാര്യം, കർണാടക വന മേഖലയിൽ നിന്ന് ആന ഇങ്ങോട്ടേക്ക് പൂർണ്ണമായി എത്തിയിട്ടുണ്ട്. ഇവിടെ എന്തായാലും ഈ മയക്കുവെടിക്ക് സാധ്യമായാൽ ആനയെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ അനുയോജ്യമായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ വനമേഖല സമാനം തന്നെയാണ്. നേരത്തെ ഉള്ളതുപോലെ തന്നെ അടിക്കാടുകൾ നിറഞ്ഞ സമാന ഒരു ഭൂപ്രകൃതി തന്നെയാണ് ഈ ഒരു പ്രദേശത്തും എന്തായാലും ഉള്ളത്. അപ്പോൾ മയക്കുവെടി വെക്കാനുള്ള ഒരു സംഘത്തിന് മുന്നിൽ വെല്ലുവിളികൾ ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്നു. കാരണം വനമേഖല വീണ്ടും ഈ അടിക്കാടുകൾ നിറഞ്ഞ വനമേഖല തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ ഈ ദൗത്യസംഘത്തിന് അവിടേക്ക് എത്താനുള്ള ഒരു ബുദ്ധിമുട്ടായി അവർ പറഞ്ഞത്. അപ്പോൾ ഈ പ്രതിസന്ധികൾ വെല്ലുവിളികളൊക്കെ തുടരുകയാണ്. പക്ഷേ ഇന്നെങ്കിലും ഈ ഒരു ദൗത്യം വിജയിക്കും. മോഴയാനയെ മയക്കുവെടി വയ്ക്കാൻ കഴിയും. അതിനുശേഷം അതിനെ പുറത്തു കൊണ്ടുവന്ന മുത്തങ്ങയിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ കഴിയും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ശരി അരുൺ.